അധ്യാത്മരാമായണം പാരായണം 30-ാം ദിവസം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. യുദ്ധകാന്ഡം. യുദ്ധാനന്തരം അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്നിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ദാസനാമെന്നെക്കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിടണം. മേളമായിന്നു വിരുന്നു കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനമവനോടു കൂടിയേയാവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാൽ അവൻ വന്യയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നിതു ഞാനിഹ. വന്നു സമയവും ഏറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായ്കയുമല്ലമേ. സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കടവീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കപികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാദരാൽ. മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായിതു നിങ്ങളാൽ, ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ, ലങ്കയിലാശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്നിച്ചവർകളും ചൊല്ലിനാർ.
ഞങ്ങളും കൂടെ വിട കൊണ്ടയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്നിച്ചു മംഗലമമ്മാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കുമങ്ങനെ തോന്നിയതത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുൽപ്പതിച്ചു തദാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവ അനുജ പ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ തദാ. മിത്രബിംബം കണക്കെ ധനദാസനം ഉത്സംഗസീമ്നി വിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനേ പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലങ്ങു ശോണിത കർദമ മാംസാസ്ഥിപൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതെന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രിതൻ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു. പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാണെടോ സാഗരേ ഹേതു ബന്ധിച്ചതതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം കണ്ടാലുമങ്ങതിനത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നഗഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണെടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീം ഇമാം. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദാ പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം. താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരീവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗജ ദുഃഖമിന്നെന്നോളം ഇത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ളാകൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദം മന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവീനേ വരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധ പൊക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ.
ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോടു മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളിച്ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാചലം ഉത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാമിരുന്നേടം വന്നിച്ചുകൊൾഗസ്ത്യാശ്രമം ഭക്തി പൂണ്ട് ഇന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടം അത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം യമുനാതടശോഭിതം. ഗംഗാനദി അതിന്നങ്ങേത് അതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദി അതിന്നങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ. ഇത്തമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്നിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കുമാചാര്യജനത്തിനും. താപസശ്രേഷ്ഠനരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ലയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ര്യാ ജഡാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്ത് ആഹന്ത സിംഹാസനേ പാദുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽപുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവസഖ്യവും യാദുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിൻ തിരുവടി നിർണയം. ലക്ഷ്മീ ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്ദൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം പുക്കീടടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമൽ ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചഥ ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക. എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചീടവസ്ഥകൾ.
മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പൊക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വച്ചു പൂജിച്ചനാരതം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി. ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമമ്മാറു ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാക്കിയ രാഘവനെ കണ്ടു വന്നിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനി ചിരം. ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരം ആശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഢമായ ചെയ്തു വാനരവീരശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെക്കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മദീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ, വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളച്ചിത്രകൂടാചലത്തിങ്കൽ നിന്ന് ആദി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളോരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ. അയോധ്യാപ്രവേശം. ശത്രുഘ്നനോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥനെഴുന്നള്ളുന്നേരത്തു രാജ്യമലങ്കരിക്കേണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയാ ദീപാവലിയുമുണ്ടാക്കണം. സൂതവൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളും ഒരുക്കണമേ വരും. രാജധാരങ്ങളമാത്യജനങ്ങളും വാജി ഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ
മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമമ്മാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമവ്വണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട്. 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുകാം മൂർധനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവുൾക്കൊണ്ടു ശത്രുഘ്നനാക്കിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായി ചമഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോടു കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണാ നിർമ്മിതമാക്കിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം. കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘനമഭ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗൽക്കാരണഭൂതനെ കണ്ടു ഭരതനും. മേരുമഹാഗിരിമൂർധനീ ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിൽപുരുഷാജ്ഞയാ താണിതൂമെല്ലവേ പുഷ്പകമായ വിമാനവുമന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുത്സംഗസീമ്നി ചേർത്തിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അംഗദൻ ജാംബവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കപിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു മാരുതിവാച ഭരതകുമാരനും. പൂരുഷവേഷം ധരിച്ചാർ കപികളും പ്രീതിപൂർവം കുശലം വിചാരിച്ച് അതിമോദം കലർന്നു വസിച്ചാരവർകളും.
സുഗ്രീവനെ കനിവോടു പുണർന്നഥ ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. 4 സുതന്മാർ ദശരഥ ഭൂപനിക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യ തൻപദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയിയാക്കിയ മാതൃജനത്തെയും കാകുൽസ്ഥനാശു സുമിത്രാപദാബ്ജവും വന്നിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും. സീതയും മാതൃജനങ്ങളെ വന്നിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതിടിനാർ അഗ്രേ വിനീതയായി നിന്നിതു താരയും. ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേനടിയൻ ഇന്നു നിർണയം. വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിലിന്നു 10 മടങ്ങായുടൻ ഉണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തുകാൺ ഊനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും. ത്യാജ്യമല്ലൊട്ടും ഭവാനാൽ ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്ക. ഭവാനിനി മറ്റേതുമൊരാലംബനമില്ല കാരുണ്യവാരിധേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.